സൗദി അറേബ്യയിൽ നിർണായക സന്ദർശനത്തിനെത്തിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വിമാനത്താവളത്തിലിറങ്ങുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. إذن مشاهدينا الكرام كنا تابعنا وصول അഫ്താബ് റഹ്മാൻ വേണ്ടി ഒരിക്കൽ കൂടി. അഫ്താബ്, ട്രംപ് അവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്? നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും രാജകീയമായ സ്വീകരണം സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണ് ട്രംപിനെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപൂർവമായി മാത്രമേ സൗദി കിരീടാവകാശി ഇങ്ങനെ നേരിട്ടെത്തി സ്വീകരണം നടത്താറുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ സമാനമായ ഒരു ചിത്രം കണ്ടത് മുമ്പ് ഖത്തറുമായി ഉപരോധം അവസാനിപ്പിച്ച സമയത്താണ്. പിന്നീടുള്ള സന്ദർഭങ്ങളിൽ തന്നെ സൗദിയുടെ ഏതെങ്കിലും മന്ത്രിമാരാണ് രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹം നേരിട്ടെത്തി ഈ വയലറ്റ് പരവതാനി വിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്നത്. അത് പ്രത്യേകമായ അതിഥികൾക്കാണ് അത്തരത്തിൽ ചെയ്യാറുള്ളത്. ഇന്നത്തെ ഇനി പ്രധാനപ്പെട്ട ഷെഡ്യൂൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഇനി നേരിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് റിയാദിലെ യമാമ പാലസിനോട് ചേർന്നാണ്. ഈ യമാമ പാലസിലേക്കാണ് അദ്ദേഹം എത്തുക. അവർ ഇവിടെ എത്തിയ ശേഷം സ്വകാര്യ സംഭാഷണങ്ങളും കൂടിക്കാഴ്ചകളും ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സൗദിയും യുഎസും തമ്മിലുള്ള നിക്ഷേപ കരാറുകളാണ്. ആ ഒരു ഒറ്റ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏറെ മുമ്പേ ഉള്ളതാണ്. പ്രത്യേകിച്ച് സൗദിക്കകത്തും GCC രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ നിക്ഷേപമുള്ള ബിസിനസ്സുകാരൻ കൂടിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ സൗദിയിലേക്ക് എത്തുമ്പോൾ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് ഈ നിക്ഷേപ കരാറുകളാണ്. അതിൽ തന്നെ യുഎസ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് സൗദിയിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതിനായി നേരത്തെ $600 ബില്യൺ നിക്ഷേപം സൗദി അറേബ്യ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് ട്രില്യണാക്കി റൗണ്ടപ്പ് ആക്കി നൽകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള $1 ട്രില്യൺ നിക്ഷേപം ഇന്ന് സൗദി പ്രഖ്യാപിക്കും. പകരമായി സൗദി അറേബ്യക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ആയുധ കരാറുകളും പ്രതിരോധ പാക്കേജുകളുമാണ്. പ്രത്യേകിച്ച് ആണവ സഹകരണം ഉൾപ്പെടെ ഇതിലുണ്ട്. ഇതിൽ നേരത്തെ ഇസ്രായേൽ ബന്ധം ഉപാധിയായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും അതില്ലാതെയാണ് ഇപ്പോൾ ട്രംപ് നൽകാൻ പോകുന്നത്. ആ തരത്തിൽ നിക്ഷേപ കരാറുകളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ ചർച്ചയാവുക. വൈകിട്ട് 4 മണിക്ക് നിക്ഷേപ ഫോറമുണ്ട്. അതിൽ രണ്ടുപേരും സംബന്ധിക്കുകയും ഇതിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി വരെ നീളുന്ന ഷെഡ്യൂളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ സംഭാഷണങ്ങളാണ്. പ്രത്യേകിച്ച്
രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അല്പസമയത്തിനകം റിയാദിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ സിറിയൻ പ്രസിഡന്റ്, നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റും ഇവിടെ എത്തുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും മേഖലയിൽ നിലവിലുള്ള ഏറ്റവും അടിയന്തരമായി ശ്രദ്ധ വേണ്ട, ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ വേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് നേരത്തെ തന്നെ ട്രംപിനെ ഗൾഫ് രാഷ്ട്രങ്ങൾ അറിയിച്ചതാണ്. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ സിറിയക്ക് മേൽ കാലങ്ങളായി ഉപരോധമുണ്ട്. സിറിയയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്നുകൾ അറബ് രാഷ്ട്രങ്ങളിലേക്ക്, അവിടെ യുദ്ധവും അസ്ഥിരതയും ഉണ്ടായ ശേഷം എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് തടയാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ സിറിയയിൽ സ്ഥിരതയുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് സിറിയൻ പ്രസിഡന്റുമായുള്ള ചർച്ചകളും അവർക്ക് മേലുള്ള യുഎസിന്റെ ഉപരോധം നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടാകും. മറ്റൊന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗസയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും കത്തി നിൽക്കുന്ന വിഷയം. ഗസയുടെ പ്രശ്നം തീരാതെ, ഫലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരമുണ്ടാകാതെ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥമായി നിൽക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് ഇതേ സമാനമായ രീതിയിൽ ഒരു ചിത്രം നമ്മൾ 2017 കണ്ടതാണ്. അന്ന് ട്രംപ് എത്തിയപ്പോൾ രണ്ട് അറബ് രാഷ്ട്രങ്ങൾ ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലിന് കൈ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിലവിലെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇസ്രായേലുമായി നേരിട്ട് കൈ കൊടുക്കാൻ നിലവിൽ ഒരു അറബ് രാഷ്ട്രങ്ങൾക്കും നിലവിൽ സാധ്യമല്ല. കാരണം അത്രമാത്രം നേരത്തെ അറബ് രാഷ്ട്രങ്ങളുടെ മാത്രം വിഷയമായിരുന്ന ഫലസ്തീൻ ഇപ്പോൾ ലോകത്തിന്റെ തന്നെ വിഷയമാണ്. അതുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളൊരു ചിത്രത്തിലേക്ക്, ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള ചിത്രം തെളിയാതെ ഇനി ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാനാകില്ല എന്നുള്ള നിലപാട് കർക്കശമായി തന്നെ ട്രംപിനെ സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഗസയുടെ പ്രശ്നം ഈ മേഖലയുടെ മൊത്തം പ്രശ്നമാണെന്നും ഗസക്കാർക്ക് മേൽ വരുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും അറബ് മേഖലയെ മൊത്തം ബാധിക്കുമെന്നുള്ളതും ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗസയിൽ നിന്നും ആ ജനതയെ പുറന്തള്ളാനുള്ള തീരുമാനം ട്രംപ് മരവിപ്പിക്കുകയും അതിൽ നിന്ന് പതിയെ പിന്നോക്കം പോവുകയും ചെയ്തത്. ഇനി നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് സൗദിയെ എത്തിക്കണമെങ്കിൽ യുഎസിന് മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. അതിനുള്ള ചട്ടക്കൂട് തയ്യാറാക്കലായിരിക്കും ഇന്ന് രാത്രിയിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായും ഉണ്ടാവുക. മാത്രവുമല്ല, നാളെ ഗൾഫ് രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയുണ്ട്. ആ ഉച്ചകോടിയിലും ഇതേ വിഷയം വീണ്ടും ഉയർന്നുവരും. സ്വാഭാവികമായിട്ടും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇനിയുണ്ടായാൽ അതിന് മറുവശത്ത് ഫലസ്തീൻ രാഷ്ട്രം പിറക്കുന്ന, അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ യുഎസ് കൂടി അംഗീകരിക്കുന്ന ഒരു വഴിയൊരുക്കിയായിരിക്കും അത് സംഭവിക്കുക. ആ തരത്തിൽ ചിത്രം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കെല്ലാം രാഷ്ട്രീയ പ്രാധാന്യം ഇന്നത്തെ യോഗത്തിനുണ്ട്. മാത്രമല്ല, നെതന്യാഹുമായുള്ള ഭിന്നതകൾ ഏറെ ട്രംപ് പ്രകടിപ്പിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സൗദിയിൽ എത്തിയിരിക്കുന്നത്. ഈ സന്ദർശനത്തിന് മുന്നോടിയായി ഗസയിലെ വെടിനിർത്തൽ സംഭവിക്കണമെന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ കാരണം അത് അനന്തമായി നീണ്ടതിലുള്ള ക്ഷോഭം അദ്ദേഹം നേരിട്ട് ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, യുഎസ് അവരുടെ നയങ്ങളിൽ തന്നെ സ്വന്തം നിലക്ക്, നേരത്തെ ഇസ്രായേലുമായി കൂടിയാലോചന നടത്തിയെങ്കിൽ ഇപ്പോൾ അതില്ലാതെ സ്വന്തം നിലക്കാണ് തീരുമാനമെടുക്കുന്നത്. അതാണ് നമ്മൾ ഹൂത്തികളുമായുള്ള വെടിനിർത്തലിലും കണ്ടത്. കാരണം ഇറാനുമായി ചർച്ചകളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ യുഎസ് ആഗ്രഹിച്ചിരുന്നത് ഇസ്രായേൽ കൂടി അതിന്റെ ഭാഗമാകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് സംഭവിക്കാതെ തന്നെ യുഎസ് ഏകപക്ഷീയമായി ഇസ്രായേലുമായി കൂടിയാലോചിക്കാതെ ഹൂത്തികളുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തി ഇറാനുമായി കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നു. ഈ നിലക്കെല്ലാം തന്നെയുള്ള രാഷ്ട്രീയ പ്രാധാന്യം പുതിയ സന്ദർശനത്തിലുണ്ട്. ഇത് പക്ഷേ ഇസ്രായേലുമായുള്ള ഭിന്നതയോ പ്രശ്നവുമല്ല. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ പ്രസിഡന്റുമായുള്ള ഭിന്നതയാണ്. കാരണം യുഎസും ഇസ്രായേലും നിൽക്കുന്നതും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നതും കാലങ്ങളായി സംഭവിക്കുന്നതാണ്. കാരണം ഇസ്രായേലിനെ മാറ്റി നിർത്തി ഒരു പശ്ചിമേഷ്യ യുഎസിന് സംഘടിപ്പിക്കാൻ കഴിയില്ല, നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് യുഎസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. പക്ഷേ നെതന്യാഹുവുമായുള്ള വ്യക്തിപരമായിട്ടുള്ള ഭിന്നത പ്രകടമാണ്. അത് തന്നെ വിഡ്ഢിയാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നിലപാട് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പശ്ചിമേഷ്യൻ ദൂതനെ പോലും മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് കാരണമായതും നെതന്യാഹുവുമായുള്ള ഈ ഭിന്നതകളും യുഎസിന്റെ ഓരോ വിവരങ്ങളും തത്സമയം ഇസ്രായേലിനെ അറിയിച്ചു എന്നുള്ളതുമായിരുന്നു. ഈ നിലക്കെല്ലാം ഭിന്നതകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഗൾഫിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ താല്പര്യവും ഒപ്പം തന്നെ അവരുടെ വികാരവും എല്ലാം തന്നെ ഇനിയുള്ള സന്ദർശനത്തിൽ ഇസ്രായേലുമായി അദ്ദേഹം പങ്കുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഗൾഫിലേക്ക് ഇങ്ങനെ ഒരു സന്ദർശനം നടക്കുമ്പോൾ, നേരത്തെ ബൈഡനൊക്കെ വരുന്ന സമയത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വന്നാൽ ഉടനടി അതിന്റെ കൂടെ തന്നെ ഷെഡ്യൂൾ ഉണ്ടാവുക ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്കായിരുന്നു.
പക്ഷേ ഇത്തവണ അത്തരമൊരു ഷെഡ്യൂളിൽ, അതായത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മാത്രം. ഇന്ന് സൗദി കഴിഞ്ഞ് നാളെ GCC സമ്മിറ്റ് കഴിഞ്ഞ് അദ്ദേഹം പോകുന്നത് ഖത്തറിലേക്കാണ്. അത് കഴിഞ്ഞ് UAE പോകുന്നു. ഇവിടെയെല്ലാം നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ച ശേഷം നേരെ ട്രംപ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. കാരണം നേരിട്ട് ഇവിടെ നിന്നും നേരത്തെ ഇസ്രായേലിലേക്ക് പോകുന്നതായിരുന്നു US പ്രസിഡന്റുമാരുടെ ശൈലി. അതിൽ നിന്നും മാറ്റം വരുത്തി എന്നുള്ളത് തന്നെ ഇവർ തമ്മിലുള്ള ഭിന്നത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ വിമാനമിറങ്ങിയിരിക്കുകയാണ്. ട്രംപിന്റെ ഈ സന്ദർശനം പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയവും നിർണായകവും പ്രാധാന്യം അർഹിക്കുന്നതുമാണെന്നാണ് അഫ്താബ് റഹ്മാൻ റിയാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമായ എന്തൊക്കെ പ്രസ്താവനകൾ, നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അത് എങ്ങനെയായിരിക്കും മേഖലയിലെ രാഷ്ട്രീയ ഗതിയെ നിർണ്ണയിക്കുക എന്നത്. അപ്പം വലിയ ബിസിനസ്, ആണവ ആയുധ കരാറുകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രാധാന്യം ഇതിന് എന്തായാലും ഉണ്ട്. അഫ്താബ് റഹ്മാൻ റിപ്പോർട്ടുകൾ തുടരും.